ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ മഴയൊന്നുമില്ല കേട്ടോ. അലക്കിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ പതിവ് പോലെ നമ്മുടെ ബ്രൂ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റാക്കി വെച്ചു. ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇത് പൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കി ഞാനൊന്ന് അടച്ച് വെക്കും കേട്ടോ. ഈ പൊടി ഇങ്ങനെ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പം കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഇടിയപ്പത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂത്ത് റെഡിയാക്കി. ഇതിലാട്ടോ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. എൻ്റെ ഇടിയപ്പത്തിൻ്റെ അച്ച് ഇതിനു മുമ്പ് ഞാനൊരു ഷോട്ടിലിട്ടിട്ടുണ്ട്, ലോങ് വീഡിയോയിലും കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നതാട്ടോ എനിക്കെളുപ്പം. ഈ ചില്ലിങ്ങനെ അതിൻ്റെ അടിയിലിട്ടിട്ട് മുകളിൽ പൊടി വെച്ചിട്ട് അത് റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ മറ്റേ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു പീച്ചനെ കറക്കണ ഒരു ഇടിയപ്പത്തിൻ്റെ ഇതില്ലേ, അതിലെനിക്ക് വലിയ തോതിൽ അറിയില്ല കേട്ടോ. അതിൽ ഞാൻ ഇടിയപ്പം പീച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നറിയാമോ, കയ്യിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞിട്ട് തെന്നിപ്പോവും. എൻ്റെ കയ്യിലിരുന്നിട്ട് അത് കറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലുണ്ടാക്കാറില്ല. കഴിയുന്നതും ഞാൻ ഇതിനകത്താണ് ഉണ്ടാക്കുന്നത്. എനിക്കിത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാവരും പറയും ഇതിലുണ്ടാക്കുന്നത് പാടാന്ന്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാട്ടോ. നേരിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഈ പാത്രത്തിലേക്ക് പീച്ച് റെഡിയാക്കി വയ്ക്കും. എന്നിട്ട് എടുത്തിട്ട് ഇത് പാത്രത്തിനകത്തേക്ക് വെച്ച് സെറ്റാക്കി എടുക്കും. അപ്പോൾ നമ്മളിതെല്ലാം ഇടിയപ്പം വെച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇടിയപ്പമൊക്കെ അവിടെ ഇരുന്ന് വേവട്ടെ. ഇന്ന് നമുക്ക് ഇടിയപ്പത്തിന് കറി എന്താ, ചിക്കൻ. അപ്പോൾ പിന്നെ നമുക്ക് മല്ലിപ്പൊടി തീർന്നു കേട്ടോ. ഞാൻ മല്ലിപ്പൊടി എടുത്ത് സെറ്റാക്കി. ഞാൻ മല്ലിപ്പൊടി തീർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ത് പൊടികൾ തീർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുപ്പികളൊക്കെ കഴുകി റെഡിയാക്കിയിട്ട് വയ്ക്കും. അതാട്ടോ കുപ്പിയോടെ ഉപയോഗിച്ചുള്ളൊരു ഗുണം. പിന്നെ നമ്മുടെ ഇടിയപ്പമൊക്കെ വെന്തു. ഞാനിങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാട്ടോ ഇടിയപ്പം എടുക്കണത്. ഞാൻ ഡയറക്റ്റ് ഈ അപ്പോൾ നമ്മുടെ ഇടിയപ്പമൊക്കെ ഇതാക്കി. ഏറ്റവും പാടെന്താണെന്ന് വെച്ചാൽ ഈ ഇടിയപ്പത്തിൻ്റെ അച്ച് കഴുകാനാട്ടോ. ഈ ഇടിയപ്പത്തിൻ്റെ അച്ച് കഴുകാൻ നല്ല പാടാണ്, എല്ലായിടവും തുടച്ച് ക്ലീനാക്കി എടുക്കാൻ. അപ്പം നമ്മൾ ആ കുട്ടിക്കുറുമ്പനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി. പിന്നെ ചില്ലിൻ്റെ ഉള്ളിൽ കണ്ടോ, അതും ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പം നമുക്ക് ഇന്നലെ മേടിച്ച ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അത് ഐസായി. എന്ത് ചെയ്ത വീഴുന്നില്ല. അപ്പം ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചു. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് റെഡിയാക്കി. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, റെഡിയാവോ ആവോ. അപ്പോൾ നമ്മുടെ ഇടിയപ്പം എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് നാളത്തേക്ക് നമുക്ക് ദോശയാണ്. അപ്പോൾ ഞാൻ ദോശയ്ക്ക് കുറച്ച് പൊന്നിയരി എടുത്തു, പച്ചരി എടുത്തു, ഉഴുന്നെടുത്തു, കഴുകി റെഡിയാക്കി ഞാനത് അടച്ചു വെച്ചു. ഞാൻ ഒന്നിച്ചാട്ടം ഉണ്ടാക്കണം. അപ്പോഴേക്കും എൻ്റെ ഇക്കു എണീറ്റ് വന്നു. ഇക്കുവിന് ഞാൻ പതിവ് പോലെ ചായ റെഡിയാക്കി, പഞ്ചസാര ഇട്ടു, ഏലക്ക ഇട്ടു റെഡിയാക്കി. അപ്പോൾ അരിക്ക് വെള്ളം വെച്ച് റെഡിയായപ്പോഴത്തേക്കും നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പൊടിയിട്ട് അതും മൂടി വെച്ചു. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് സാമ്പാറാട്ടോ. അപ്പോൾ സാമ്പാറും നമുക്ക് ക്യാബേജ് തോരനും പിന്നെ ചിക്കനും പൊരിക്കാം, പിന്നെ പപ്പടവും വറുക്കാം. അപ്പോൾ സാമ്പാറിന് ഞാനെല്ലാം പരിപ്പൊക്കെ എടുത്തു, കഴുകി റെഡിയാക്കി, അതിലേക്ക് കഷ്ണമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് കുക്കിങ്ങും ആവാം, കുറച്ച് നേരം നമുക്ക് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്യാം. എന്തൊക്കെയുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. ഇങ്ങനെയൊക്കെ പോകുന്നു. യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട്, സത്യം പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങിയ പിന്നെ ഒന്നിനും സമയമില്ല കേട്ടോ. ഒന്നിനും സമയമില്ല വെച്ചാൽ ഒരു കാര്യം എഡിറ്റ് ചെയ്യണം, പിന്നെ വോയിസ് കൊടുക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് എത്ര ക്ലാരിറ്റി ഉണ്ടെന്നോ വോയിസ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. ഞാൻ ഒരു സാധാ ഫോണിലാണ് വോയിസ് കൊടുക്കുന്നതും, സാധാ ഫോണിൽ ഡയറക്റ്റ് ഞാൻ വോയിസ് കൊടുക്കുക കേട്ടോ.
എനിക്ക് മൈക്കില്ല. മൈക്ക് മേടിക്കാത്തതല്ല, ഞാൻ മൈക്കിലല്ല കൊടുക്കുന്നത്, മൈക്ക് വാങ്ങണം. പിന്നെ ഫോണെന്ന് പറയണതും അത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല, എങ്ങനെയായി തീരും അറിയില്ല. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ എൻ്റെ ഏകദേശം സമയമൊക്കെ വാച്ച് അവർ മോണിയാനുള്ള സമയമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തന്നെ ആയിട്ടില്ല. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കാണണം, ലൈവിലേക്ക് ഒന്ന് വരണം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയാക്കി, സാമ്പാറിൻ്റെ ഏകദേശമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ റെഡിയാക്കി നമുക്കിത് ഞാൻ ഒരു കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും. ആഹാ, കൈ നല്ല പുകച്ചിലായിരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് എത്ര വെളിച്ചെണ്ണ തേച്ചാലും ആ പുകച്ചിൽ പോവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ വെണ്ടയ്ക്ക വരട്ടാൻ വേണ്ടിയിട്ടിട്ടുണ്ട്. വെണ്ടയ്ക്കയും വരട്ടി സാമ്പാർ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാബേജൊക്കെ ഞാൻ അരിഞ്ഞെടുത്തായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓർക്കും എളുപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പം നമ്മുടെ ക്യാബേജ് തോരനും റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഉപ്പിട്ട് വയ്ക്കുന്ന ഇതാട്ടോ. ഇത് എനിക്ക് ഒരു ഇഷ്ടം, അതിനോടൊരു ഭയങ്കര ഒരു ഇഷ്ടമാട്ടോ ഇത്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം വറക്കണം. ഞങ്ങളുടെ നാട്ടിൽ പപ്പടം വറുക്കുക എന്ന് പറയും, പപ്പടം കാച്ചുക എന്ന് പറയും, പപ്പടം പൊരിച്ചു എന്നും പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയണതെന്നൊന്ന് കമൻ്റ് ആക്കണേ കേട്ടോ. അപ്പോൾ ഞാനെല്ലാം എൻ്റെ പപ്പടം ചടപടേന്ന് പൊരിക്കുന്നതല്ല കേട്ടോ, അങ്ങനെ ആക്കിയിട്ടേക്കുന്നതാണ്, നിങ്ങൾ ഓർക്കരുത്. ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി. നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് ഗ്യാസ് സ്റ്റൗ തുടയ്ക്കാം, നിങ്ങളോട് കുറച്ചുകൂടി സംസാരിക്കാം. അപ്പം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വാശിയുണ്ട് കേട്ടോ. യൂട്യൂബ് തുടങ്ങുന്നതിൽ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി ഞാൻ പലരോടും ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആരും എനിക്കൊരു വ്യക്തത വരുത്തിയിട്ടില്ല, വ്യക്തത പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാനൊരു പഠിക്കുന്ന ഒരു പയ്യനാണ് എനിക്കിത് എടുത്തു തന്നത്. പിന്നെ എല്ലാവർക്കുടെയും വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാം ഈസിയാണ്. ഞാനും യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ കാണാറുണ്ട് എല്ലാവർക്കുടെയും. ഇത്ര സിമ്പിളായിട്ട് നമ്മളത് കാണും, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല ഇവർ ഷൂട്ട് ചെയ്യണതിനെക്കുറിച്ച്. പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്യണേ, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണേന്നൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കിയപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇന്നും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് കറക്റ്റ് യൂട്യൂബിനെ കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയില്ല. എനിക്കൊന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു 100-ൽ ഒരു 50% അല്ലാതെ 50% എനിക്കറിയത്തിട്ടില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചു. ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഈ യൂട്യൂബ് തുടങ്ങുന്നതിൽ നമുക്ക് ഈ എഡിറ്റ് ചെയ്യലും ഷൂട്ട് ചെയ്യലും 1 മണിക്കൂറും കൊണ്ട് തീരുന്ന പണികൾ നമുക്ക് 1.5 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. ഈ വെള്ളപ്പാട് ഇതെന്താണെന്നറിയോ, അതിൻ്റെ ഉള്ളിലുള്ള പാടാട്ടോ. ശരിക്കും നമ്മളിത് സൂം ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല. എല്ലാവർക്കും ഞാൻ തുടച്ചിട്ടും ഗ്യാസ് സ്റ്റൗ വൃത്തിയായിട്ടില്ലല്ലോ എന്ന് ഞാനിത് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അതിനകത്ത് പാടുകളൊന്നുമില്ല. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഷൂട്ടിങ്ങും കാര്യങ്ങളിനും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വാശിയാണ് എനിക്ക് ഈ ചാനൽ. അങ്ങനെയാണ്, അതൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറയും. എനിക്ക് യൂട്യൂബ് എന്ന ഇതിൽ നിന്നും ഒരു മാസമെങ്കിലും എനിക്ക് ശമ്പളം മേടിക്കണം, എനിക്ക് പൈസ മേടിക്കണം എന്നുള്ളൊരു ഒരിതുണ്ട്. അങ്ങനെയാണ് ജീവിതമല്ലേ, വാശി അതാണ്. അങ്ങനെയായിരുന്നു ജീവിതം. എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ പിന്നെ ഞാൻ ഇതുവരെയും എനിക്കൊരു കാര്യത്തിന് പോലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നെ എൻ്റെ മനസ്സ് തുറന്ന് ഞാൻ നിങ്ങളോട് പറയാം. എല്ലാം തന്നെയല്ല പറയുന്നത്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. പക്ഷേ നമുക്കുണ്ടായ നല്ല അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ, സങ്കടങ്ങളൊക്കെ പറയാൻ. ഇപ്പോൾ ഒരു ലൈവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി, നല്ല സുഹൃത്തുക്കളെ കിട്ടി. അതിലൊക്കെ എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ലൈവിൽ വരുന്നവരോടും എനിക്ക് കമൻ്റ് ഇടുന്നവരോടൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഇനിയും എൻ്റെ വീഡിയോ കാണണം, നിങ്ങൾ കൂടെ നിൽക്കണം. എൻ്റെ വിജയം നിങ്ങളാണ്. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വിജയിക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.